പേര് സജി ചാക്കോ അലക്സ്. ഞാന് ഇപ്പൊ UK-ല. ഞാന് ഒരു മർത്തോമ വിശ്വാസി. നമ്മുടെ ഈ തിരുമേനിമാരും യവന്മാരും എല്ലാം കൂടെ ഇവിടെ വന്ന് റൂമിൽ പോയി മാർപ്പാപ്പയെ കാണാൻ പോയേക്കുന്നു. അതായത് ഈ പാവപ്പെട്ട മർത്തോമ വിശ്വാസികളുടെ ഈ പൈസയും അത് എന്നെ പോലുള്ള ഓരോ പൊട്ടന്മാരുടെ വരെയുള്ള ഇതുകൊണ്ടാണ് ഇവര് പോയേക്കുന്നത്. ഇതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ യൗരുമായിട്ട് അടി ഉണ്ടാക്കിയിട്ടല്ലയോ ഇവർ ഈ പ്രൊട്ടസ്റ്റന്റായിട്ട് മാറി കുരിശ് മാത്രം വെച്ചിട്ട് ജീവിക്കണമെന്നും പറഞ്ഞ് ഉണ്ടാക്കി വേർപെടുത്തിയ ഒരു സഭയായത്. സാധു കൊച്ചുകുഞ്ഞോദേശി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അറയ്ക്കകത്ത് കയറിയിരുന്ന് പ്രാർത്ഥിച്ച് ജീവിതവും ദൈവവും എന്തുവാന്നും മഹത്വം എന്തുവാന്നൊക്കെ അറിഞ്ഞ് ജീവിച്ച ഒരു ഇതിനകത്ത് ഈ പറഞ്ഞ ഊവാക്കിമാർ കൂർലോസും ആവാക്കിമാർ കൂർലോസും യോനെ പോലുള്ള കുറെ എണ്ണം ഈ നാട്ടിലുള്ള നിങ്ങൾക്കാണെങ്കിൽ ഈ ആരെങ്കിലും പറഞ്ഞുള്ള അറിവേ ഉള്ളൂ. സുനിൽഭായി, ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ ഇംഗ്ലണ്ടിലാണെങ്കിൽ യവനൊക്കെ വരുമ്പോ ഉണ്ടല്ലോ അവന്റെ തൊപ്പിയില്ല കുപ്പായവും ഇല്ല, അഴിഞ്ഞാടുമെന്നല്ല കൂറായിട്ടാ യവൻ ഇവിടെയും ഈ പറഞ്ഞ ദുബായി ഇവിടെയൊക്കെ ചെന്നിട്ട് യവന്റെ ഈ ദുബായിലും ഈ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ഇയാളൊരു കാര്യം ചെയ്യും, പോയി പല ഉഗാണ്ടയിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ടുള്ള അവിടെയുള്ള ആൾക്കാരെ കൊണ്ട് വിശ്വാസികളാക്ക്. അവിടെ ഒന്നും പോകത്തില്ലല്ലേ. ഈ പറഞ്ഞ ഈ ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഈ ആഫ്രിക്കയിലുള്ള ഒരുപാട് ഉൾദേശങ്ങളുണ്ട്. ഇയാളൊന്ന് സൊമാലിയപ്പോ അവിടെ ഒന്നും പോയിട്ട് ആരും ചെയ്യുന്നില്ല. പള്ളിയിൽ നിന്ന് പേര് വിട്ടുന്നതിന് മുമ്പ് ഞാനാണെങ്കിൽ ഈ പള്ളിയുടെ ട്രസ്റ്റിയെ വിളിച്ചിട്ട് പറഞ്ഞതാ, ഈ പോകൃതരം കാണിക്കുന്നവന്മാർക്ക് എന്റെ കയ്യിൽ നിന്നുള്ള ഈ മാസവരി കുടിയേരി വേണ്ട, അത് എന്റെ അപ്പനും അമ്മയും ജീവിച്ചിരുന്ന ഒരു കാലത്ത് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, ന്യായമായിട്ടുള്ള കാര്യത്തിനായിരുന്നു. എവനൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി വേണ്ട. ഇപ്പൊ ഇവര് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പള്ളിയിലെ കല്യാണവും നമ്മുടെ കാക്കാലെ പള്ളി നടത്തത്തില്ല, വേണ്ട. നമ്മുടെ വീട്ടയ്യത്ത് സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിന്റെ അയ്യത്ത് കുഴിച്ചു കൂടിയാൽ പോരെ. ഇയാൾക്ക് വീട്ടിൽ കല്യാണം നടത്തണമെന്നുണ്ടെങ്കിൽ RSRTC ഇവിടെ കിടപ്പുണ്ട്. ഇയാൾ അവിടെ പോയി ഈ പെണ്ണും ചെറുക്കനും കിട്ടാമെങ്കിൽ അവരെ വീട്ടുകാർക്ക് കിട്ടാമെങ്കിൽ അവിടെ രജിസ്റ്റർ ചെയ്തിട്ട് ആർക്കെങ്കിലും 10 പേർക്ക് ചാപ്പാട് കൊടുക്കണമെന്നൊക്കെ കൊടുത്തിട്ട് ഇയാൾ വീട്ടിൽ കയറിയ പോരെ. യവനൊക്കെ ഇതിലാ പേടിപ്പിക്കുന്നത്. ഈ സുനിൽഭായി, നിങ്ങൾ പറയുന്ന ഓരോ കാര്യം കറക്റ്റാണ്. ഇത് യവനൊക്കെ ഏത് സഭയായാലും യവനെല്ലാം ജനത്തിനെ തിന്നാൻ വേണ്ടി മാത്രം ഇരിക്കുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഞാനാണെങ്കിൽ ഈ UK വന്നിട്ടിപ്പോ 1-2 വർഷമായി കേട്ടോ. ഈ യുവമാരൊക്കെ ഇവിടെ വന്ന് കാണിക്കുന്ന പറഞ്ഞാൽ നിങ്ങളെ നാട്ടുകാരിന്നല്ലേ കാണുന്നുള്ളൂ. ഇതിപ്പോ നമ്മൾ ഇവിടെ നമുക്കറിയാവുന്ന കാര്യങ്ങളാ പറയുന്നത്. ഇവനെല്ലാം ഇവിടെ വന്ന് കാണിക്കുന്ന പറഞ്ഞാൽ പക്ക പോക്കൃതൻ തന്നെ കാണിക്കുന്നത്. കാശുള്ളവന്റെ വീട്ടിൽ പോകുന്നു, ഈ പറയുന്ന തിന്നുന്നു കൊഴുക്കുന്നു. നിങ്ങൾ പറയുന്ന പക്ക കറക്റ്റ് കാര്യം തന്നെ. പക്ഷെ എന്ന് പറഞ്ഞാൽ ഇതിനും ഇപ്പൊ നമ്മളാരും വീട്ടിൽ പോയി വോട്ടോ എടുക്കാൻ നോക്കത്തില്ലേ. കാരണം എല്ലായിടത്തും ഈ പറഞ്ഞ ഈ സമൂഹത്തിലെ വലിയ ആൾക്കാരുണ്ട്. ഞാൻ ഈ പറഞ്ഞ ഈ സഭയിൽ പേര് വെട്ടാൻ വേണ്ടി ഇരിക്കുക. ഞാനാണെങ്കിൽ അത് നിങ്ങളുടെ ഇതേപോലൊന്നും ചോദിച്ചിട്ട് ഞാൻ ഈ കൊട്ടാരക്കര ഭദ്രാസനം അതിനകത്ത് മർദ്ദമാക്കാരനാ, കനത്ത കുടുംബക്കാരൻ തന്നെ. ഈ സഫറകൻ ഇപ്പോഴത്തെ ഈ ഭരണവാസില്ലേ, ഈ ബോധം ബുദ്ധി ഉള്ളവനായിരുന്നു. അത് വേറൊന്നുമല്ല, എന്റെ ഈ അമ്മാച്ചന്റെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരനായിരുന്നു. ഈ ഭരണവാസും ഇങ്ങാരും ഒക്കെ പണ്ടത്തെ കാലത്ത് കൊച്ചുനാളിനങ്ങോട്ട് പഠിച്ചിട്ടുണ്ട് ഒരുമിച്ച്. ഇപ്പൊ ഇയാൾ തലയിരിഞ്ഞു പോയത് എങ്ങനെയാണെന്ന് ആർക്കും അറിയത്തില്ല. ഈ സഭയാണെങ്കിൽ യവന്മാരും മുച്ചൂടും മുടിപ്പിക്കും നശിപ്പിക്കും. ഈ സഭ തീർന്ന് കാര്യം എന്ന് പറഞ്ഞാല് ഇതിന് ആദ്യം ഒരു ബേസ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെയൊക്കെ കൊച്ചുനാൾ മുതൽ ഈ അലക്സാണ്ടർ മാർത്തോമ എത്ര പോലത്തെ ആ പുള്ളിക്കാരൻ തീർന്നതോടെ ഈ മാർത്തോമ സഭയുടെ പരിപാടി തീർന്നു. ഉള്ള കാര്യം പറയുന്നു. ആ ഒരു മനുഷ്യനായിരുന്നു, ഒരു വ്യക്തിയായിരുന്നു. പിന്നെ ബാക്കിയുള്ളവന്മാരെല്ലാം കൂടെ ഇരുന്ന് തേച്ച് കഴുകി അങ്ങനെയൊക്കെ കുറെ പൈസ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാവങ്ങളെ പിഴിഞ്ഞ് അവനൊക്കെ ഈ റൂമിലും അവിടെ ഇവിടെയൊക്കെ ഈ പോകുന്ന പൈസ കൊണ്ട് ഞങ്ങളുടെ ഈ സഭയെ തന്നെ ഞാനറിയാവുന്ന എന്റെ പള്ളിയിൽ 100 വീടിൽ കൂടുതലുണ്ട്. ഇതിനകത്ത് ഒറ്റ പാവപ്പെട്ടവന് ഒരു വീട് വെച്ച് ഓടിക്കുക ഒരു രോഗമായിട്ടുള്ളവന്. ഞാൻ എന്റെ പള്ളിയിൽ എന്റെ വീട്ടിൽ പിരിവിന് വരുമ്പോൾ ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചുള്ളൂ, പള്ളിയിലെ പിരിവ് തരാം. ഇതേപോലെ നമ്മുടെ ഈ പള്ളിയിലുള്ള ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരു രോഗി ഉണ്ടോ നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അന്നേരം അച്ഛനും ഇല്ല കപ്പിയാരും ഇല്ല, എല്ലാവരും തുണി മുണ്ട് പൊക്കിക്കൊണ്ട് ഓടും. ഈ കഴിഞ്ഞ ദിവസം എന്റെ വീട്ടിൽ വന്നു, എന്റെ വീട് അടച്ചിട്ടേക്കുക. എനിക്ക് അപ്പനും അമ്മയൊന്നും ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് പഠിച്ച് ഇത്ര ആയതാ. ഈ നമ്മളെ ഒരു ഗതിയാവുമ്പോ ഉണ്ടല്ലേ നമ്മുടെ വീട്ടിൽ പള്ളിയിൽ അച്ഛനും വരും, ഈ കപ്പിയാരും വരും, അമ്മയും തേങ്ങ എല്ലാം വരും. ആദ്യം ഞാൻ നേരത്തെ അങ്ങ് ഒഴിവാക്കിയായിരുന്നു. കാരണം ഈ പള്ളിയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കാരണവന്മാരായിട്ട് ഈ പറഞ്ഞില്ല മാസവരി പിടിയേരി കൊടുക്കുന്ന അത് മാത്രമേ ഞാൻ കൊടുക്കൂ. യവന്മാർ മറ്റേ പിരിവ് ആ പിരിവ് ഈ പിരിവ് എന്നും പറഞ്ഞെല്ലാം വീട്ടിൽ കയറി ഇറങ്ങും. 1 രൂപ ഞാൻ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞത്. ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ, പള്ളിയിൽ ഞങ്ങളുടെ കൂടെ തന്നെ നമ്മുടെ കൂടെയുള്ള എത്ര രോഗികൾ അവരും ഇവരും ഉണ്ട്. ഓരോ ആശുപത്രി കയറിറങ്ങി എത്ര പാവപ്പെട്ടവരുണ്ട്. ഇവർക്കൂട് ആവശ്യം ചെയ്യത്തില്ല. ഉപോഷണ പിരിവ്, ഉപവാസ പിരിവ്, ഇങ്ങനെ ഏതായാലും ഇതിനകത്ത് പേര് വെട്ടാനങ്ങ് തീരുമാനിച്ചിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ UK-ല ഇവിടെ എന്ന് പറഞ്ഞുള്ള ഉള്ളവനെ ഇവിടെ നിന്ന് ആർക്കും വിശ്വാസമില്ല, ഒന്നുമില്ല. കാരണം പള്ളിയിൽ പെട്ടക്കാരെല്ലാം പള്ളിയെല്ലാം വിൽക്കാനിട്ടേക്കുക. നിങ്ങളെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇവിടെ കയറി വരികയാണെങ്കിൽ മനസ്സിലാവും. ഡ്രാക്കുള കോട്ട നമ്മളില്ല സിനിമയിലൊക്കെ കാണുന്ന ഡ്രാക്കുള കോട്ട ഇല്ലേ, അതേപോലെ ഇട്ടേക്കുക. എല്ലാ പള്ളികളും ഉണ്ട്. കൈ പൈസ കൊണ്ട് പള്ളിയും മേടിക്കാം, വീടും മേടിക്കാം. പുതിയ തലമുറയ്ക്കൊന്നും ഇതിനകത്തൊന്നും താല്പര്യമില്ല. കാര്യം യവന്മാർ കാണിക്കുന്ന ഈ ഓരോ ഉത്തരവാദികളാ
പക്ഷെ നിങ്ങൾ ഈ ചെയ്യുന്നത് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഈ പലവന്മാരും ചോദിക്കും, ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും എന്താ കുറ്റപ്പെടുത്താതെ? നമ്മൾ ഈ നമ്മുടെ അണ്ണാക്കിനകത്തിരിക്കുന്ന പുഴുക്കുത്ത എടുത്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ളവനെ നോക്കിയാൽ പോരെ. ഏതാ ഇപ്പൊ ഈ സുനിൽഭായി ഞാനും ക്രിസ്ത്യാനിക്ക് ഈ നമ്മുടെ ഈ അകത്തുള്ള പുഴുക്കുത്തിനെ കുത്തിയെടുത്ത് കളഞ്ഞിട്ട് നമ്മളെ മറ്റവന്റെ നെഞ്ചത്ത് കയറിയാൽ പോരെ. മറ്റവന്റെ രാജ്യത്ത് ജീവിക്കുന്നതുകൊണ്ട് എനിക്ക് നിങ്ങൾക്കും കുഴപ്പമില്ല. ഈ പറഞ്ഞ ഈ അറബ് രാജ്യത്ത് പോയി ജീവിക്കുന്നതും ഈ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നതും എനിക്ക് നിങ്ങൾക്കും കുഴപ്പമില്ല. അതിനകത്ത് ഉള്ളതിനകത്ത് ഈ നമ്മൾ ഈ തിന്നുകൊണ്ടിരിക്കുന്നത് കുത്തിയെടുത്ത് കളഞ്ഞിട്ട് ഈ മറ്റവനെ കുത്തിയാൽ പോരെ. നിങ്ങൾ ചെയ്യുമ്പോൾ ന്യായമായിട്ടുള്ള കാര്യമാണ് അതിൽ വഴി. ഏറ്റവും നല്ല കാര്യം തന്നെ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് ഈ കേരളത്തിൽ ഏതാനാണെങ്കിലും അയച്ചു കൊടുക്കും. ഞാൻ കഷ്ടപ്പെട്ട് തന്നെ വന്നതാ നാട്ടിൽ നിന്ന്. ഇത് ഈ പറഞ്ഞ ഈ യവനൊക്കെ ഈ ഓരോ തിരുമേനി അത് ഇതെന്നും പറഞ്ഞിട്ട് ജനങ്ങൾ ഈ തിരുമേനി എന്ന് പറഞ്ഞ് പണ്ടത്തെ ആൾക്കാർ വരെ തിരുമേനി എന്ന് പറഞ്ഞാൽ തിരുമേനിയ എന്നും പറഞ്ഞ് നമ്മളില്ല ദൈവത്തെ പോലെ തൊഴുന്ന ഒരു സാഹചര്യമുണ്ട്. പാടുവന്മാരാമ്മയന്മാര് മൊത്തം ഈ പണ്ട് ഞാൻ സൗദി ജോലി ചെയ്തിട്ടുള്ളവനാ. ഈ സൗദി പെണ്ണുങ്ങൾ ഈ പറഞ്ഞ ഈ ബഹ്റിൻ പാലം കയറുമ്പോൾ എല്ലാ വീക്കെൻഡിലും ശനിയാഴ്ച എന്ന് പറയുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ ഈ സൗദിയിലെ പറതയിട്ടോളും ഗൃതയിട്ടോളും എല്ലാ ടാക്സിയും പിടിച്ചോണ്ട് ഈ ബഹ്റിൻ പാലം കയറുമ്പോൾ തുണി ഊരി എന്ന് കളയും താഴത്തെ കടലിലോട്ട് കളഞ്ഞിട്ട് വേറെ ബഹ്റിനിൽ പോയി അടിച്ചു പൊളിച്ചിട്ട് വ്യത്യാസം അവിടുന്ന് പറതയും മേടിച്ചിട്ടുണ്ട് ആ സൗദി വരുന്നത്. അമ്മാതിരിയുള്ള രാജ്യം അവിടൊക്കെ. ഈ വടുവന്മാരതുപോലെ ഈ കേരളം വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ യവനൊക്കെ ഈ ദുബായി പോയി വലിയ ഡാൻസും ഈ ഇംഗ്ലണ്ടിൽ വന്നിട്ട് വെസ്റ്റ് മിനിസ്റ്റർ ബ്രിഡ്ജിന്റെ കീഴിൽ നിന്ന് പറക്കം പൊട്ടിയും അവിടെ നിൽക്കുമ്പോൾ യവന് തുണിയില്ല കോണാനും ഇല്ല. യവനാ വലിയ തിരുമേനി യവനെ ഇതാ പറഞ്ഞു. ഈ നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയാമോ, ഈ കുറെ പാവപ്പെട്ടവരെ തീറ്റിച്ച് ഈ രാഷ്ട്രീയവും ഈ പറഞ്ഞ സഭ ഏറ്റവും ഡേഞ്ചറസ് സാധനമാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ, രാഷ്ട്രീയ സഭ. നമ്മൾ ഈ കൊടുക്കുന്നത് ഒന്നും ഈ എത്തേണ്ട അടുത്ത് എത്തത്തില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഞങ്ങൾ ഇപ്പൊ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് ഈ ചാരിറ്റി ഇല്ലെങ്കിൽ നമ്മുടെ ഓരോ കാര്യത്തിന് വേണ്ടി പൈസ എടുക്കുന്നുണ്ടെങ്കിൽ അത് അർഹതപ്പെട്ട കൈ കിട്ടുന്നുണ്ട്. കഴിവാറുടെ അമ്മമാര് കൊച്ചു പിള്ളേരുടെ അടുത്തെങ്കിൽ അവനൊക്കെ കയറി കുരിപ്പ്. മർത്തോമ സഭ എന്ന് പറഞ്ഞാൽ വേർപെട്ട ഒരു സഭയായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഈ ബന്ധക്കോസം ഉണ്ടായത്. യവന്മാർ ഈ കാണിക്കുന്ന തോന്നിയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലേ ഇപ്പം ഈ മർത്തോമയ്ക്കകത്ത് ആദ്യം കുരിശിനെ വെച്ച് മാത്രമേ ഇവര് ഈ ആരാധിക്കുന്നുള്ളായിരുന്നു. ഇപ്പം സൺഡേ സ്കൂളിൽ പഠിക്കുമ്പോൾ പറഞ്ഞു തരും ഈ മേരി മാതാവ് നല്ലതാ, ഈ പറഞ്ഞ ഇവരെല്ലാം നല്ലതാ. അന്നേരം ഈ ഇവരെല്ലാം ഈ പടമൊക്കെ വെച്ചിട്ട് ഞങ്ങളെ VBS ഒക്കെ പഠിപ്പിക്കുമ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ചോദിച്ചു, ഇത് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്ന പറഞ്ഞ് ഇവരെയൊക്കെ പടം തോത്തിനെ കാണിക്കുന്നതെന്ന് ചോദിച്ചു. അത് നിങ്ങളുടെ ഉൾക്കാഴ്ച ഉണർത്താനാന്ന് പോലും. യവനൊക്കെ എന്തൊരു ഉൾക്കാഴ്ച ഉണർത്തുന്നേ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കാണെങ്കിൽ മറ്റവന്റെ അടുത്ത് പോയാൽ പോരെ. യവന്മാർ മൊത്തം വടവന്മാരാ. ഇത് നമ്മുടെ ഈ നാട്ടിൽ കിടക്കുന്ന നിങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് അറിയത്തില്ല. ഇപ്പൊ സുനിൽഭായി ആണെങ്കിൽ ഒരു പ്രാവശ്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവന്റെ എല്ലാ അഴിഞ്ഞാട്ടം കാണാം. എല്ലാവരുടെയും വീട്ടിൽ വരുമ്പോ ഈ പറഞ്ഞ അവരൊക്കെ അപ്പം കോഴി മാത്രം പോരെ. അച്ചായന്റെ അമ്മാമ്മയുടെ വീട്ടിൽ വരുമ്പോ വിശുദ്ധ തിരുമേനി ഇവിടെ എഴുന്നള്ളി എന്നാ പറയുന്നത്, വരുന്നെന്നല്ല പറയുന്നത്, എഴുന്നള്ളി അണ്ണാക്കാരെ കൊടുക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണെങ്കിൽ കഞ്ഞിയും പഴങ്കഞ്ഞിയും കുടിച്ചോണ്ട് ജീവിക്കുന്നതന്നെ. ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ 57 രീതിയിലുള്ള ആഹാരം. ഈ ആഹാരത്തിന് മുമ്പിൽ ഇരിക്കുമ്പോഴാണ് അർഹതയുള്ളവനാണ് ഈ തിന്നുന്നത്. ഇനി ഒരു കാര്യം പറഞ്ഞാൽ എന്റെ പള്ളിയിൽ ഒരു പൗലാച്ചായൻ എന്ന് പറഞ്ഞ് പണ്ടേ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന ഒരു അച്ചാനുണ്ടായിരുന്നു. വെറും ദരിദ്രനായിട്ടൊരു മനുഷ്യൻ. ഈ പള്ളിയിൽ നിന്ന് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ 10 പൈസ ഈ സ്വത്രാഴ്ചയൊക്കെ ഇടുന്നത്. 5 പൈസ സ്വത്രാഴ്ച ഇടുന്ന ഒരു കാലമാണ്. ഈ 10 പൈസ സ്വത്രാഴ്ച ഇടുന്ന സമയത്ത് ഈ പൗലോച്ചായന്റെ വീട് ഇടിഞ്ഞ് പൊളിഞ്ഞിട്ട് പോയി ഈ പള്ളിയിൽ നിന്നോ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ഭദ്രാസനത്തിൽ നിന്നോ എവിടുന്നോ ഒരു പള്ളി പഠിപ്പിക്കുന്ന ഒരു പാവപ്പെട്ടാനാണ് ആലോചിക്കണം. അവരുടെ അമ്മയ്ക്ക് എഴുന്നേറ്റ് നടക്കാൻ വയ്യ, വീട് മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞു. അങ്ങനെ നടന്ന് അവരുടെ ഒരു മോനുണ്ട്, ഒരു സന്തോഷം എന്ന് പറയുന്ന ഒരു ഇറക്കാൻ ഗതി കെട്ട് ഈ നാശം പിടിച്ച് ഇതിനകത്ത് ബന്ധുക്കോസ് ചേർന്ന് അവർക്ക് ബാക്കിയുള്ള എല്ലാ കാര്യം അവർ ചെയ്തു. അന്നേരം ഈ പള്ളിക്കാരും വേറെ ഇപ്പൊ ഞാൻ ഉൾപ്പെടെ അവനെ കുറ്റം പറയേണ്ട കാര്യം എന്ത്? നമ്മൾ വിശ്വസിക്കുന്ന ദൈവമല്ലേ നമ്മുടെ കൂടെ ഉള്ളത്. ഇത് ഇത്രയും മാറി ഇത്ര ഇല്ലാതെയായിട്ട് അവിടെ ഒരു വീട് കിടന്ന് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. നമ്മൾ ഉൾപ്പെടെ ഈ പറഞ്ഞ 10 പൈസ കൂടുതൽ നമുക്ക് കൊടുക്കാനൊക്കത്തില്ല, നമ്മുടെ കയ്യിലില്ല. ഞങ്ങളെല്ലാം സഹായിച്ച് എത്രയായിട്ടും. പക്ഷെ അവര് വേറെ മാറിപ്പോയി. എന്നിട്ടെന്തോ അവർക്ക് നല്ലതായാലും ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ പറഞ്ഞ ബന്ധുക്കോസം എന്നും പറഞ്ഞുകൊണ്ട് കുത്തിയെടുത്തോണ്ട് പോകുന്നു. അതിനകത്ത് ചെന്നാലും ഇത് തന്നെ കുറേയൊക്കെ തിന്നു കൊടുത്ത് വരുമ്പോഴത്തേക്ക് അവൻ വ്ളാച്ചറായിട്ടങ്ങ് മാറും. ഈ ദൈവത്തിന് മുമ്പിലൊക്കെ ഇവരൊക്കെ ഒന്നും നിൽക്കത്തില്ല. ഈ ഓർശല മരമേനെന്നും പറഞ്ഞോണ്ട് ഈ കൊട്ടാരക്കര ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവനൊക്കെ ഈ ചെവുക്കല്ല് മാത്രമല്ല, ഇവനൊക്കെ അതിന് വലിച്ചിറക്കി അടിക്കണം. ഒന്ന് ആലോചിച്ച് ഈ വെറും പാവപ്പെട്ട ആൾക്കാരാന്നേ, വെറും പാവപ്പെട്ട ഒന്നുമില്ലാത്ത പള്ളികൾക്ക് പോലും ഇപ്പം അധികാരമാണ്. പണ്ടൊക്കെ ഓരോ പള്ളിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നാൾ ട്രസ്റ്റി, ഇന്നാള് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ കൈയെടുത്ത് പൊക്കത്തേ ഉള്ളൂ. ഇപ്പം ബടുവന്മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എവന്റെയൊക്കെ ആൾക്കാരെ ഇവിടെ നിയമിച്ചിട്ടുണ്ട്. ഈ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് VIP പോലെ ഇതേപോലെ ഓരോത്തിനെയും പള്ളിയിൽ വരെ നിയമിച്ചിട്ടുണ്ടെന്നേ.
ഞാൻ പള്ളി കയറത്തില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരൊറ്റ കാര്യമുള്ളൂ, എനിക്ക് ഈ ഊഷണ പിരിവും മറ്റേ പിരിവ് പിന്നെ തിരുമേനിക്ക് അമ്മാക്കി കൊടുക്കാനുള്ള പിരിവൊന്നുമില്ല. മാസവരി പിടി എനിക്ക് പള്ളി പേരുണ്ടായിട്ട് മാത്രം. അത് ഞാൻ എന്ന് വേണമെങ്കിലും വിട്ടു. ഈ കൂർലോസം നല്ല ജീവനെല്ലാം ഞാൻ പറഞ്ഞില്ലയോ, ഈ നമ്മുടെ ദേശം വിട്ടു കഴിഞ്ഞാൽ കൂർലോസിന്റെ കൂ മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും അക്ഷരം കൊടുക്കണം. ഇത് ഈ പറയുന്ന ഇവിടെയൊക്കെ വരുന്ന ഓരോ ആൾക്കാരുടെ വീട്ടിലേ വലിയ രാജകീയ സംഭവങ്ങളാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഈ പറഞ്ഞ UK വീട് മേടിക്കുന്നതും ഈ പറഞ്ഞ ന്യൂസിലൊക്കെ വീട് മേടിക്കുന്നതൊക്കെ നിങ്ങൾക്കും ഏകദേശം അറിയാമല്ലോ. കാരണം നമ്മുടെ നാട്ടിലെ കണക്ക് ഈ ബാങ്കിന്റെ അത്രയും പൈസ ഒന്നും കൊടുക്കുകയൊന്നും വേണ്ട. ഭാര്യയും ഭർത്താവും പൈസ ഉണ്ട്, ശമ്പളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതോന്റെ അവിടെ വീട് മേടിക്കാം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മളൊരു സെറ്റപ്പായി പള്ളിയിൽ ആക്റ്റീവ് മെമ്പറായിട്ട് എഴുന്നേറ്റ് അങ്ങ് നിന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മുടെ വീട്ടിൽ വരും, അങ്ങ് ആശീർവദിക്കും. ഈ കുണ്ടന്റെ ആശീർവാദം കിട്ടിയാൽ രക്ഷപ്പെടുവോ? പൊട്ട് പിടിച്ച ജനങ്ങൾക്ക് പല്ലോ അറിയാമോ? പേ പിടിച്ചവനെ ചെങ്ങലിക്കിടാം, പേപ്പട്ടി പിടിച്ചവനെ വെടിയേച്ചു കൊല്ലാനില്ലേ നോക്കും. അതായത് പേ പിടിച്ചവനെ ചെങ്ങലിക്കിടാം, പേപ്പട്ടി അടിച്ചവനെ എന്തോ ചെയ്യാൻ നോക്കും. ഇതേപോലെ ഇവിടുത്തെ ഈ യവമാരി കാണിക്കുക. അതും ഈ വെറും പാവപ്പെട്ട പൈസ കൊണ്ടാണ് ഈ വരുന്നത്. ഞാൻ എന്റെ സ്വന്തം നിലയിലായ ഇത്രയായത്. ഒരു പള്ളിയിലെ അച്ഛനോ ഒരു കൂർലോസ് വരുമ്പനി ഒരുത്തനും ഈ പള്ളിയിലെ ഒരാൾ ഇന്ന രീതിയിൽ പോകുന്നു ഇയാളെ കുറിച്ച് 10-12 കൊല്ലം കൊണ്ട് അറിയുന്നില്ല, ഇയാൾ എവിടാ ഏതാന്ന് ഒരു നായി അന്വേഷിക്കുന്നില്ല. പക്ഷെ നമ്മളുടെ സെറ്റപ്പായിട്ട് വരുമ്പോ ഉണ്ടല്ലേ, അയ്യോ അന്നത്തെ വീട്ടിലെ മറ്റേ ആളിന്റെ മോനില്ലയോ എന്നും പറഞ്ഞുകൊണ്ട് ബുക്ക് എടുക്കൊണ്ട് വരുന്നവന്മാരെ ഗവമാരെല്ലാം കൂർലോസ് ആയാലും ഭരണമാസായാലും ഗവമാരെല്ലാം ഇത് തന്നെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.